നിങ്ങൾക്കെല്ലാവർക്കും മിസാസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ ഐസ്ക്രീമാണ്, വാനില ഐസ്ക്രീം. ഹോം മെയ്ഡ് ഫ്രഷ് ക്രീം വെച്ച് വളരെ എളുപ്പത്തിൽ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം പാലിൽ നിന്നും ഫ്രഷ് ക്രീം എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 1.5 ലിറ്റർ പാല് അല്പം വലിയ പാത്രത്തിൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അത് ലോ ഫ്ലെയിമിലാണ് തിളപ്പിക്കാൻ വെച്ചിരിക്കുന്നത്. ലോ ഫ്ലെയിമിൽ വയ്ക്കുമ്പോൾ നമുക്ക് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല, തിളച്ച് പോവില്ല. ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്രീം നമുക്ക് അധികം കിട്ടില്ല. അതുകൊണ്ട് ഇളക്കാതെ തന്നെ ലോ ഫ്ലെയിമിൽ വച്ച് തിളപ്പിച്ച് 5 മിനിറ്റ് നേരം തിളപ്പിച്ച് വറ്റിക്കണം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് ചൂടാറുമ്പോൾ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുക. അത് ഒരു ദിവസം മുഴുവനും ഇരിക്കുകയാണെങ്കിൽ കുറച്ചധികം പാൽപ്പാട അതിനകത്ത് ഫോം ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ പുറത്തെടുത്ത് വെച്ചിട്ട് ആ ഫോം ചെയ്ത പാട നമുക്ക് കോരി മാറ്റിയെടുക്കാം. ആ പാൽപ്പാട നമുക്ക് ഒരാഴ്ച വരെ സ്റ്റോർ ചെയ്യാം. ഫ്രീസറിൽ വെക്കരുത്. ഫ്രീസറിൻ്റെ അടിയിലുള്ള ആ ട്രേയിൽ വേണം വയ്ക്കാനായിട്ട്. ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ക്രീം പെർഫെക്റ്റായിട്ട് കിട്ടില്ല. അതൊരു അല്പം നെയ്മയം വരും. അപ്പോൾ അതുകൊണ്ട് ഫ്രീസറിൽ വയ്ക്കാതെ നോക്കണം. ഇനി 1/2 ലിറ്റർ പാലാണ് നമ്മൾ തിളപ്പിക്കുന്നതെങ്കിൽ ഇതുപോലെ കിട്ടുന്ന ക്രീം നമുക്ക് കളക്ട് ചെയ്ത് വയ്ക്കാം. ഞാൻ ഒരാഴ്ച കിട്ടിയ ക്രീം ഇതുപോലെ കളക്ട് ചെയ്ത് വെച്ചതാണ്. അത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്, ഒരു 10-12 സെക്കൻഡ്. ആ ഫ്രഷ് ക്രീം നമുക്കവിടെ മാറ്റി വയ്ക്കാം. ഇനി വേറൊരു പാത്രത്തിൽ ഞാൻ 1 കപ്പ് പാല് തിളപ്പിക്കാൻ ഒഴിച്ചിട്ടുണ്ട്. ഒരു 1/4 കപ്പ് പാലിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ടിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ തിളപ്പിക്കാൻ വെച്ച പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇളക്കിക്കൊണ്ടിരിക്കണം. കോൺഫ്ലോറാണ്, അടി പിടിക്കരുത്. നമ്മളിപ്പോൾ പാലിങ്ങനെ തിക്കൻ ചെയ്യാനായിട്ട് ഐസ്ക്രീം ഉണ്ടാക്കുമ്പോൾ പാല് തിക്കൻ ചെയ്യാനായിട്ട് അരിപ്പൊടി, ഗോതമ്പ് പൊടി, അതുപോലെ റവ, ഇങ്ങനെ സാധനങ്ങളൊക്കെ ചേർക്കില്ലേ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കോൺഫ്ലോറാണ്. ഇനി 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഈ അളവിൽ മാക്സിമം പഞ്ചസാര മധുരം ഈ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ മധുരം കുറയ്ക്കാം, കൂട്ടണ്ട. കാരണം ഇത് മാക്സിമം നല്ല മധുരം ഇപ്പം തന്നെ ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ആ കപ്പിൽ, അതായത് 1/2 കപ്പിൽ ഒരു 3/4 ഭാഗം അല്ലെങ്കിൽ പകുതി ഭാഗം എടുത്താൽ മതി പഞ്ചസാര. എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. ഫ്രഷ് ക്രീം ഒരു 1.25 കപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതേ അളവിൽ തന്നെയാണ് പാലും എടുത്തിരിക്കുന്നത്. ഇനി ഇത് ചൂടാറുമ്പോൾ ഒന്നും കൂടെ തിക്കായി വന്നോളും. ഇനി ചൂടാറിയ കോൺഫ്ലോർ ഫ്രഷ് ക്രീമിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 1/2 ടീസ്പൂൺ മാത്രം വാനില എസൻസും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് 2 മിനിറ്റും കൂടെ മിക്സിയിലിട്ടൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം. അത് നന്നായിട്ട് പതഞ്ഞ് വരണം. എന്നാലുള്ളൂ ആ ഐസ്ക്രീമിന് നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവുള്ളൂ. നമുക്ക് ഫ്രഷ് ക്രീമിന് പകരം പാൽപ്പൊടി ചേർക്കാം. പക്ഷേ പാൽപ്പൊടി എല്ലാ വീട്ടിലും ഉണ്ടാവണമെന്നില്ല. പാല് മിക്ക വീട്ടിലും വാങ്ങിക്കുന്നതാണല്ലോ. അപ്പോൾ ക്രീം നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റും. ഇത് അടിച്ച് നല്ല പതഞ്ഞ് വന്ന മിക്സ് എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് ഒഴിക്കണതാണ്. അത് നമുക്കൊരു ക്ലിംഗ് റാപ്പ് ഇട്ടിട്ടൊന്ന് കവർ ചെയ്ത് വെക്കണം. എന്നിട്ട് മൂടിയിട്ട് ഫ്രീസറിൽ ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ വയ്ക്കണം. ഇത് കുറച്ച് കുഴിവുള്ള പാത്രമായത് കാരണം സെറ്റാവാനായിട്ട് കുറച്ചും കൂടെ താമസം വന്നു. നിങ്ങൾ ഇത്രയും കുഴിവില്ലാത്ത അല്പം പരന്ന പാത്രത്തിൽ സെറ്റാകാൻ വയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പം ഞാൻ ഒരു ഐസ്ക്രീം ബൗളിലേക്ക് മാറ്റണേന്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഒരു കൂട്ടുമില്ലാത്ത ഹോം മെയ്ഡ് ഫ്രഷ് ക്രീം വെച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റിൽ ഐസ്ക്രീം ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.